ഹലോ, ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഫോട്ടോ ഫ്രെയിം സെറ്റ് ചെയ്യുന്നതിനാണ് കേട്ടോ. കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്യുന്നത്. കുറച്ച് മുന്നൊക്കെ ഇത് ട്രെൻഡിങ്ങിലായ സമയത്ത് ഞാൻ ഇതിൻ്റെ പല മോഡലിലുള്ള ഫ്രെയിംസും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഫോട്ടോസൊക്കെ ഇപ്പോൾ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഫ്രെയിം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. 2 ഫ്രെയിംസ് അറ്റാച്ച് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ അതിനിടയിൽ നമുക്ക് ഗ്ലാസ് ഇറക്കിയേക്കാനുള്ളതിനെ കൊണ്ട് അവർ ഇതേപോലത്തെ ഒരു സംഭവം ഉള്ളിൽ വെച്ചിട്ടാണ് കേട്ടോ നമുക്ക് തരുന്നത്. അപ്പോൾ മുകൾ ഭാഗത്തുള്ളത് ഞാനിങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കതിൽ നിന്ന് ഗ്ലാസ് ഇറക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ തന്നെ 2 ഗ്ലാസും കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ഇറക്കിയെടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. ഈ ഒരു ഫ്രെയിമിൻ്റെ സൈസ് വന്നിട്ട് A4 സൈസ് ആയിരുന്നേ. അപ്പോൾ ഞാൻ ഈ ഒരു 2 ഗ്ലാസ്സിനെ നല്ല വൃത്തിക്ക് തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊന്നും ഇതിൽ കാണിക്കുന്നില്ല, വീഡിയോ വെറുതെ ലാഗ് അടിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ്. ഗ്ലാസ് ക്ലീനർ വെച്ചിട്ടോ സാനിറ്റൈസർ യൂസ് ചെയ്തിട്ടോ ഇതൊന്ന് നല്ല ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള പ്രിൻറ്റും കൂടെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ വരുന്നത് 2 തരത്തിലുള്ള പ്രിൻ്റാണ്. അതിൽ ഒരു പ്രിൻ്റ് വന്നിട്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒട്ടിച്ച് കൊടുക്കുന്നതുകൊണ്ട്, പിന്നൊന്ന് വന്നിട്ട് 2 ഗ്ലാസ്സിൻ്റെ ഇടയിലേക്കും അതേപോലെ തന്നെ ഷീറ്റ് ഇറക്കി വെക്കുന്ന രീതിയിലുള്ള പ്രിൻറ്റുമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രിൻ്റ് തന്നെ വരുന്നത് ട്രാൻസ്പെറൻറ്റ് പേപ്പറിലാണ്. അതിൻ്റെ ബാക്കിൽ ഇതേപോലത്തെ ഒരു പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ നമുക്കവർ തരുന്നത്. പേപ്പർ റിമൂവ് ചെയ്താൽ പിന്നെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് നമ്മൾ തൊടരുത് കേട്ടോ. കൈകൊണ്ട് കൂടുതലായിട്ട് തൊട്ട് കഴിഞ്ഞാൽ നമ്മളെ ഫിംഗർ പ്രിൻ്റൊക്കെ അതിൽ പതിഞ്ഞു കേട്ടോ. ഫിംഗർ പതിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഷീറ്റ് ആകെ മോശമായി പോകും കേട്ടോ. കാണാനൊരു ഭംഗി ഉണ്ടാവില്ലേ. ഞാൻ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് വച്ചിട്ടല്ല കേട്ടോ ഈ ഒരു ഷീറ്റ് ഇറക്കി വെക്കുന്നത്. ഇതേപോലെ 2 ഗ്ലാസ്സിൻ്റെ ഇടയിലേക്ക് ഈ ഒരു ഷീറ്റ് ഇറക്കി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് തൊട്ട് കളിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇതേപോലെ ആദ്യം ഒന്നിൻ്റെ മുകളിൽ വെച്ചിട്ട് മറ്റേ ഗ്ലാസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ സൈസൊക്കെ സെറ്റ് ആയണോയെന്ന് നോക്കിയതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ ഫ്രെയിമിലേക്ക് ഇറക്കി വെക്കുന്നത്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് തന്നെയാണ് കേട്ടോ പ്രിൻ്റ് എടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പ്രിൻ്റ് എടുക്കാൻ നമ്മൾ സാധാരണ പോലെ തന്നെ ഫ്രെയിമിലേക്ക് എഡിറ്റ് ചെയ്യുന്ന പോലെ എഡിറ്റ് ചെയ്തിട്ട് പ്രിൻ്ററിലേക്ക് അയച്ചു കൊടുത്ത സമയത്ത് അവരോട് ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അല്ലാതെ നമുക്കിതിലൊന്നും ചെയ്യാനൊന്നുമില്ല. അവരെടുക്കുന്ന സമയത്ത് ഇത് ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റായിട്ട് തന്നെ കിട്ടുമേ. അപ്പം ഞാനിതാ ഇതേപോലെ ഈ ഒരു 2 ഗ്ലാസും ഇതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒട്ടിച്ച് കൊടുക്കുന്നത് ചെയ്യുന്നതിലും കൂടുതൽ ഇതേപോലെ ഇറക്കി വെക്കുന്ന ഷീറ്റാണ് കേട്ടോ നല്ലത്. എനിക്ക് ഒന്നും കൂടെ സേഫായിട്ട് തോന്നിയത് ഇതാണ്. മറ്റേത് നമ്മളടുത്തുനിന്ന് ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രെയിം ഭംഗിയായിട്ട് കിട്ടില്ല കേട്ടോ. ഈ ഒരു ഗ്ലാസ് ഇറക്കി വെക്കുന്ന സമയത്ത് നമുക്കൊരു ചെറിയ ടൈറ്റൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. പക്ഷേ അത് നമ്മൾ കെയർ ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് തന്നെ ചെയ്യാൻ പറ്റുമേ. അപ്പോൾ ഈ ഒരു ഫ്രെയിം ഇതേപോലെയാണ് കേട്ടോ വരുന്നത്. ഇനി ഞാൻ നേരത്തെ ഇതിൻ്റെ മുകളിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഫോം ഷീറ്റില്ലേ, അത് ഇതിൻ്റെ മുകളിലേക്ക് തന്നെ വെച്ച് കൊടുക്കാൻ കേട്ടോ. എന്നിട്ടൊരു സെല്ലോ ടേപ്പും കൂടെ വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഫോം ഷീറ്റാണെന്ന് കേട്ടോ ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതൊരു സെല്ലോ ടാപ്പ് ഇട്ടിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ വർക്ക്.